ഹായ്, സോഷ്യൽ സയൻസ് പാഠശാലയുടെ എക്കണോമിക്സ് റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. NCERT, SCERT പാഠപുസ്തകങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പ്രത്യേക റിവിഷൻ ക്ലാസ്സാണിത്. NCERT പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന പാഠപുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള മൂന്നാമത്തെ ക്ലാസ്സാണിത്. ഇതിനോടകം 2 അധ്യായങ്ങൾ നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ അധ്യായമായ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ എന്ന അധ്യായമാണ് ഈ വീഡിയോയിൽ നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത്. ഈ അധ്യായം CBSE വിദ്യാർത്ഥികൾ 12th സ്റ്റാൻഡേർഡിലും സ്റ്റേറ്റ് ബോർഡ് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾ 11ാം ക്ലാസ്സിലും പഠിക്കുന്നതാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ അനുവർത്തിച്ച ചില സാമ്പത്തിക നയങ്ങൾ 1990കളുടെ തുടക്കത്തിൽ രാജ്യത്തെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. നമ്മുടെ രാജ്യത്തിൻ്റെ ധനക്കമ്മി വളരെ വർദ്ധിച്ചു. എന്താണ് ഈ ധനക്കമ്മി അല്ലെങ്കിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ്? രാജ്യത്തിൻ്റെ വരവും ചെലവും തമ്മിലുള്ള അന്തരത്തെയാണ് ധനക്കമ്മി എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന വിദേശ നാണ്യ ശേഖരം വളരെയധികം ശോഷിച്ചു. ഇറക്കുമതിക്ക് പേയ്മെൻറ്റ് നടത്തുവാൻ ആവശ്യമുള്ള വിദേശ നാണ്യം നമ്മുടെ രാജ്യത്തിൻ്റെ കയ്യിൽ ഇല്ലാതെയായി. ഇങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ രാജ്യം കടന്നുപോയി. പണത്തിനായി അന്താരാഷ്ട്ര സംഘടനകളെ, IMFനെ ഉൾപ്പെടെയുള്ള സംഘടനകളെ നമ്മുടെ ഗവൺമെൻറ് സമീപിച്ചു. അപ്പോഴാണ് നിങ്ങൾക്ക് കടം തരണമെങ്കിൽ നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിൽ ചില ഉടച്ചുവാർക്കലുകൾ ആവശ്യമാണ്, അതായത് നിങ്ങൾ ചില പരിഷ്കാരങ്ങൾ സമ്പദ് വ്യവസ്ഥയിൽ നടപ്പിലാക്കണം എന്ന് IMFനെ പോലെയുള്ള സംഘടനകൾ നമ്മുടെ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് 1991 ഇന്ത്യയിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അഥവാ എക്കണോമിക് റിഫോംസ് നടപ്പിലാക്കി. ഇത് നടപ്പിലാക്കുമ്പോൾ PV നരസിംഹറാവു ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ ധനകാര്യമന്ത്രിയായിരുന്നത് പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തീർന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം എന്നിങ്ങനെ 3 ഘട്ടങ്ങൾ ഈ പരിഷ്കാരങ്ങൾക്ക് ഉണ്ടായിരുന്നു. LPG പോളിസീസ് എന്ന് ഇവയെ വിളിക്കാറുണ്ട്. ഇനി എന്താണ് ഈ ഉദാരവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷൻ? നമ്മുടെ രാജ്യത്തെ വ്യാവസായിക വളർച്ച വളരെ അധികം കുറവായിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അന്നുണ്ടായിരുന്ന ലൈസൻസ് രാജാണ്. ലൈസൻസ് രാജ് എന്താണെന്ന് മുൻപ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. അനാവശ്യമായ കുറേയധികം നിയന്ത്രണങ്ങൾ നമ്മുടെ എക്കോണമിയിൽ ഉണ്ടായിരുന്നു. ഈ നിയന്ത്രണങ്ങളെല്ലാം ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയെ സ്വതന്ത്രമാക്കുന്നതിനെയാണ് ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട ടാരിഫുകളും മറ്റും എടുത്തുമാറ്റി വിദേശ വ്യാപാരം കുറച്ചുകൂടി സുഗമമാക്കുന്ന പ്രക്രിയയാണ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷനെ നിർവചിക്കുകയാണെങ്കിൽ നമ്മുടെ എക്കോണമിയെ, ഇന്ത്യൻ എക്കോണമിയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്ന പ്രക്രിയ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അതാണ് ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം. 1991 വരെ ഇന്ത്യൻ സർക്കാർ സ്വകാര്യ മേഖലയെ ഒരു തരം ഭീതിയോടുകൂടിയാണ് സമീപിച്ചിരുന്നത്. എന്നാൽ 1991 എക്കണോമിക് റിഫോംസ് വന്നതോടുകൂടി സ്വകാര്യ മേഖലയെ ഇന്ത്യ ഗവൺമെൻറ് സ്വാഗതം ചെയ്തു. സ്വകാര്യവൽക്കരണ നയങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടപ്പിലാക്കി. ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു പദമാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുന്ന പ്രക്രിയയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1991 വരെ പൊതുമേഖലയ്ക്കായിരുന്നു പ്രാധാന്യം ഉണ്ടായിരുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിരവധി വ്യവസായങ്ങൾ ഇന്ത്യയിൽ ആരംഭിച്ചു. എന്നാൽ ഇതിൽ പലതും നഷ്ടത്തിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. സ്വകാര്യവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമത, പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ച് ലാഭം ഉണ്ടാക്കാൻ വ്യവസായങ്ങൾക്ക് സാധിക്കും എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രൈവറ്റൈസേഷൻ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത്.
1991 സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ലൈസൻസിംഗ് രാജ് സിസ്റ്റം നിർത്തലാക്കുകയുണ്ടായി. ആഗോള വ്യാപാരത്തെ നിയന്ത്രിക്കുന്ന സംഘടനയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ WTO. 1995 WTO നിലവിൽ വരുന്നത്. സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് WTOയുടെ ആസ്ഥാനം. ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.